സ്വന്തം പാർട്ടിയിലുള്ളവരും അല്ലാത്തവരും പൊതുജനങ്ങളും കൊടുത്തു. നല്ല പരിഹാരമുണ്ടോ? ഓണത്തിന് ചോറുണ്ണത്തില്ല സാറ്, ഞാനാ പറയുന്നത്. അവിടെ നിരാഹാരം കിടക്കും ഞാൻ, യാതൊരു സംശയമില്ല. ഓഫീസിൽ നിരാഹാരം കിടന്നിരിക്കും ഞാൻ. നമ്മൾ ഈ കസേരയിൽ എങ്ങനെ വന്നെന്ന് ചിന്തിക്കണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് നീതി. ഉദ്ഘാടനം ആർക്കും പറ്റും, ഉദ്ഘാടനം ചെയ്യാൻ ആർക്കും പറ്റും. ഞാനും 5 വർഷം ചെയ്തതാ. ജനങ്ങൾക്ക് വേണ്ടി തന്നെ നിൽക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി തന്നെ. അവിടെയാണ്, അതാണ് അറിയാമോ, ന്യായമായ കാര്യമാണ്. എനിക്ക് വേറെ ഒന്നുമല്ല പ്രശ്നം. ആ മുസ്ലിം സ്ട്രീറ്റ് പാലത്തിന്റെ അവിടെ വെള്ളക്കെട്ട്, ആ റോഡിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാവരും അതുവഴി വരുന്നവരാണ്. ഉദ്ഘാടനം മാത്രം പോരാ, ഉദ്ഘാടനം ചെയ്ത് പത്രത്തിൽ ഫോട്ടോ വന്നാ പോരാ, ജനങ്ങളുടെ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യണം. അതാണ് ഒരു മന്ത്രി. ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാര കസേരയിൽ ഇരിക്കണം, ഓർക്കണം. ഞാനിവിടെ എങ്ങനെ വന്നു. അതാണ് മന്ത്രി. അത് ആരും ഏത് പാർട്ടിയിലുള്ളവരെയായാലും ഞങ്ങൾ അംഗീകരിക്കും. അതാണ് മന്ത്രി. ആ സ്ട്രീറ്റിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ആ റോഡിന്റെ അവസ്ഥ കണ്ടോ? ഒരു ഓട്ടോ വിളിച്ചാൽ വരത്തില്ല, അതിനോടൊരു ഓട്ടോ വിളിച്ചാൽ പോകത്തില്ല. എന്താ വണ്ടികൾ മൊത്തം പണി. എത്ര പേര് മറിഞ്ഞു വീണു, എത്ര പേരുടെ കാലൊടിച്ചു. ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് സാറേ, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. നിർത്താൻ സാർ പറഞ്ഞു. സാർ ആ റോഡിന്റെ അവസ്ഥ ഒന്ന് വന്ന് കാണും സാറേ. സാറൊന്ന് വന്ന് കണ്ടിട്ട് പറ. വിളിച്ച് ജയിലിലിട്ടാലും വലിയ പ്രശ്നമില്ല. പൊതുജനങ്ങൾക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടി മാത്രമല്ല. ദിവസവും അതിലൂടെ കണ്ട് കഷ്ടപ്പെടുക. ഞങ്ങൾ 10 മണി മുതൽ സാറിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുക. അതുവഴി വരുന്നവരാണ്. ഞങ്ങൾക്ക് കൊടിവെച്ച കാറൊന്നുമില്ല പോവാന്. ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ 2 വീലറേ ഉള്ളൂ. അതിനകത്തോടങ്ങ് പോവാന് അവിടെ പറ്റത്തില്ല. എത്ര പേര് ഡെയിലി വീണോണ്ടിരിക്കുന്നു. കഷ്ടം. ഇതൊക്കെ ഭീഷണിപ്പെടുത്തി എന്തുവാ നമ്മളെ ഗുണ്ടായസം കാണിച്ച് അങ്ങ് ജയിലടപ്പിക്കാമോ? അത്രമാത്രം ദുഃഖം ഉണ്ടായിട്ടാണ് പറയുന്നത്. ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ചിട്ട് ഉദ്ഘാടനം മാത്രം. അറിയാമോ, അവർക്ക് വണ്ടിയുണ്ട്, പെട്രോളുണ്ട്, സെക്യൂരിറ്റി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാം ഉണ്ട്. ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഇതുകൂടെ പരിഹരിക്കാൻ സ്വന്തം പാർട്ടിയിലുള്ളവരും അല്ലാത്തവരും പൊതുജനങ്ങളും കൊടുത്തു. നല്ല പരിഹാരമുണ്ടോ? ഓണത്തിന് ചോറുണ്ണത്തില്ല സാറ്, ഞാനാ പറയുന്നത്. അവിടെ നിരാഹാരം കിടക്കും ഞാൻ, യാതൊരു സംശയമില്ല. ഓഫീസിൽ നിരാഹാരം കിടന്നിരിക്കും ഞാൻ. അറിയാമോ, ആ ഓണത്തിന് മുമ്പ് റോഡ് ചെയ്തില്ലെങ്കിൽ സാർ ഓണം ഉണ്ണത്തില്ല, ഞാനും ഉണ്ണത്തില്ല. അവിടെ നിരാഹാരം വന്ന് കിടക്കും ഞാൻ. എന്താണ് ഇതേ ഉള്ളൂ പ്രശ്നം. കൊണ്ടുപോവാ, കൊണ്ടൊക്കെ പോവാം, വരാം, സന്തോഷമായിട്ട് വരാം. പൊതുജനങ്ങൾക്ക് വേണ്ടിയാ. ഇതാണ് നമ്മുടെ പ്രശ്നം. എല്ലാവരും അതുവഴി പോലെയാണ്. ഇതാ പ്രശ്നം. വെള്ളക്കെട്ട്, ആ റോഡിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാവരും അതുവഴി വരുന്നവരാണ്. ഈ ഓട്ടോറിക്ഷ ഇവരോടല്ല ചോദ്യം. അതിന്റെ അവസ്ഥ അവർ ദിവസം വിളിച്ചാൽ പോലും അവർ വരത്തില്ല. കഷ്ടം തന്നെ. പരിഹരിക്കേ. എന്തിനു ഉദ്ഘാടനം ആർക്കും ചെയ്യാം. കർഷകരെ ഉദ്ഘാടനം കഷ്ടം തന്നെ. അറിയാമോ, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. നിവേദനം എത്രണ്ണം വാങ്ങിച്ചോ? മൊത്തം ചവിട്ടുകൊട്ടയിലിടും. നിവേദനം വായിക്കാൻ അവിടെ കണ്ട് സമയമുണ്ടോ? നിവേദനങ്ങൾ സ്ട്രീറ്റിൽ കിടന്ന മൊത്തം ആൾക്കാരും നിവേദനം കൊടുത്തു.